ഇപ്പോൾ ഒരു വൃക്കയ്ക്ക് ഒരു രോഗിക്ക് തകരാറ് വരികയാണെങ്കിൽ അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, രണ്ടാമത്തേത് ക്രോണിക് കിഡ്നി ഡിസീസ്. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് പെട്ടെന്നുണ്ടാവുന്നു, ഒന്ന് കാലക്രമേണ ഉണ്ടാവുന്നതുമാണ്. നമുക്കൊരു ഗ്യാസ് ട്രബിൾ വന്നാൽ നമുക്ക് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണണമെന്നും, നെഞ്ചിനൊരു വേദന വന്നാൽ നമ്മളത് ഹൃദയത്തിൻ്റെ ഡോക്ടറെ കാണണമെന്നും എല്ലാം നമുക്കൊരു പൊതുവായ അവബോധം ജനങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ വൃക്ക അതിൻ്റെ ആദ്യ സമരാറ് സമയങ്ങളിൽ കാര്യമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേരിട്ടൊരു നെഫ്രോളജിസ്റ്റിനെ കാണാൻ പോകുന്ന രോഗികൾ വളരെ കുറവാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. നമ്മളിപ്പോൾ വൃക്കയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കാണാവുന്ന ആദ്യത്തെ രോഗലക്ഷണങ്ങളിലൊന്നാണ് മൂത്രത്തിൽ പത കാണുക എന്ന് പറയുന്നത്. വൃക്കകൾ എന്ന് പറഞ്ഞ ഒരു അരിപ്പകളാണ്. ആ അരിപ്പയുടെ ഒരു ഭാഗത്ത് രക്തമുണ്ട്, മറ്റേ ഭാഗത്ത് മൂത്രമുണ്ട്. നമസ്കാരം. സെൻറ് മേരീസ് ഹോസ്പിറ്റൽ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. വൃക്കരോഗ സാധ്യതകൾ കൂടി വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വൃക്കരോഗത്തെക്കുറിച്ചും നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ചും നമ്മളോട് കൂടുതലായി സംസാരിക്കുവാൻ സെൻറ് മേരീസ് ഹോസ്പിറ്റൽ സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സോനു മാനുവൽ നമ്മളോടൊപ്പമുണ്ട്. സാർ, വെൽക്കം സാർ. സാർ, ഈ നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് കൈകാര്യം ചെയ്യുന്നത്? അതുപോലെ തന്നെ ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ കടമകൾ എന്തൊക്കെയാണ്? നെഫ്രോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നെഫ്രോളജി എന്ന് പറഞ്ഞാൽ മെഡിസിൻ്റെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ്. ഒരു ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ പീഡിയാട്രിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് 3 കൊല്ലം വീണ്ടും DM നെഫ്രോളജി എടുത്തു കഴിയുമ്പോഴാണ് ഒരാൾ നെഫ്രോളജിസ്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഈ നെഫ്രോളജിസ്റ്റ് വൃക്കയുമായി സംബന്ധപ്പെട്ട അസുഖങ്ങളുടെ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സകളാണ് നെഫ്രോളജിസ്റ്റ് പ്രധാനമായിട്ടും ചെയ്യുക. അപ്പോൾ അതിൽ രോഗം കണ്ടുപിടിക്കുക, വൃക്കയുടെ പ്രവർത്തനശേഷി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ജോലി. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു വൃക്കരോഗികളുടെ എണ്ണം വല്ലാതെ കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കൂടി വരുന്നൊരു സമയത്ത് ഏതൊക്കെ തരത്തിൽ വൃക്കരോഗങ്ങൾ ഉണ്ടാവുന്നു, ഏതൊക്കെ അസുഖങ്ങളുള്ളവർക്ക് വൃക്കരോഗം വരാം എന്ന് നേരത്തെ ചെയ്യുകയും അങ്ങനെ വൃക്കരോഗം ഉണ്ടോ എന്ന് രക്തപരിശോധനയിലൂടെയും മറ്റ് പരിശോധനകളുടെയും കണ്ടെത്തുക എന്നതാണ് ഞങ്ങൾ ആദ്യമായി ചെയ്യുന്ന കാര്യം. ഒരാൾ വൃക്കരോഗിയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൃക്കരോഗം എന്ത് കാരണം കൊണ്ട് വരുന്നു എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ വൃക്കരോഗം എന്താണ്, അതെങ്ങനെ വന്നു എന്ന് കണ്ടെത്താനായിട്ടുള്ള രക്തപരിശോധനകൾ, ഇമേജിംഗ് അല്ലെങ്കിൽ സ്കാനിങ് ടെസ്റ്റുകൾ, പിന്നീട് ബയോപ്സി, വൃക്കയിൽ നിന്ന് ഒരു ചെറിയ പീസ് കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയച്ച് എന്തുകൊണ്ട് വൃക്കയുടെ തകരാറ് വരുന്നു എന്ന് കണ്ടെത്തുക, അതൊക്കെയാണ് പ്രധാനപ്പെട്ട ജോലികൾ. പിന്നീട് ഈ വൃക്കരോഗം കണ്ടെത്തുന്നതിലൂടെ ഈ വൃക്കരോഗം നമുക്ക് മിക്കവാറും അവസ്ഥകളിലും പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല. പെട്ടെന്നുണ്ടാകുന്ന വൃക്കയുടെ തകരാറ് അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി മാത്രമാണ് നമുക്ക് പൂർണ്ണമായി മാറ്റാനായിട്ട് സാധിക്കും. ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ടുള്ള വൃക്കയുടെ തകരാറ്, അത് ഷുഗർ പോലെയോ അല്ലെങ്കിൽ പ്രഷർ പോലെയോ ജീവിതകാലം മുഴുവൻ ചികിത്സ വേണ്ടി വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ചിലപ്പോൾ മരുന്നുകൾ ഉണ്ടാവാം, ചിലപ്പോൾ മരുന്നുകൾ ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വൃക്കരോഗിയുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ സഹായിക്കുക, അവരുടെ വൃക്കയുടെ പ്രവർത്തനം വീണ്ടും മോശമാവാതെ തടയുക, അതാണ് പ്രധാനപ്പെട്ട അടുത്ത ജോലി. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു വൃക്കയുടെ പ്രവർത്തനം കാര്യമായി മോശമായി കഴിയുമ്പോൾ അവർക്ക് ഡയാലിസിസിൻ്റെ ആവശ്യകത വരികയാണെങ്കിൽ ആ ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായ ട്യൂബ്, കത്തീറ്റർ, PEM കാത്ത് മുതലായവ ഇടുക. അതിനുശേഷം അവരെ ഡയാലിസിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഡയാലിസിസ് ചെയ്യുക. ഇതെല്ലാം നെഫ്രോളജിസ്റ്റും അവരുടെ കൂടെയുള്ള ആളുകളും കൂടെ ചേർന്നാണ് ചെയ്യുക. പിന്നീട് ഈ വൃക്കരോഗത്തിൻ്റെ ഡയാലിസിസ് അല്ലാതെയുള്ള ചികിത്സ ട്രാൻസ്പ്ലാന്റേഷനാണ്. വൃക്ക മാറ്റിവയ്ക്കുക എന്ന് നമ്മൾ പറയുക, എന്നാൽ മാറ്റിവയ്ക്കുകയല്ല, പുതിയൊരു വൃക്ക ശരീരത്തിലേക്ക് വെച്ച് കൊടുക്കുന്നതിനാണ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുക. അങ്ങനെ ചെയ്യുന്നതിലും ഒരു വലിയ പങ്ക് വൃക്കയുടെ ഡോക്ടർമാർ വഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ രോഗിയെ പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ ആ രോഗിയുടെ ഓപ്പറേഷന് മുൻപുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഓപ്പറേഷന് ശേഷമുള്ള മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ ഓപ്പറേഷന് അസച്ച് ചെയ്യുന്നത് യൂറോളജിസ്റ്റ് ഡോക്ടറാണ്. ഒരു നെഫ്രോളജിസ്റ്റ് ഒരു വൃക്കയുടെ രോഗിയെ ആ രോഗം കണ്ടെത്തുന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ ചികിത്സകളുടെ എല്ലാ ഘട്ടങ്ങളിലും കൂടെ ഉണ്ടാകുന്ന ഒരു ഡോക്ടറിനെയാണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറയുക. ആ ഒരു ശാസ്ത്രശാഖയാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. സാർ, നമ്മൾ ഒരുപാട് കേട്ട് വരുന്ന ഒരു വാക്കാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. എന്താണത്? അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മളിപ്പോൾ ഒരു വൃക്കയ്ക്ക് ഒരു രോഗിക്ക് തകരാറ് വരികയാണെങ്കിൽ അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, രണ്ടാമത്തേത് ക്രോണിക് കിഡ്നി ഡിസീസ്. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് പെട്ടെന്നുണ്ടാവുന്നു, ഒന്ന് കാലക്രമേണ ഉണ്ടാവുന്നതുമാണ്. ഈ ക്രോണിക് കിഡ്നി ഡിസീസിൽ
വൃക്കയുടെ ആകൃതിയിലോ പ്രവർത്തനത്തിലോ ഉള്ള തകരാറുകൾ 3 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുമ്പോഴാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ക്രിയാറ്റിനിൻ കൂടുക എന്നുള്ളതിനേക്കാളും ക്രിയാറ്റിൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന GFR എന്ന് പറയുന്നൊരു കണക്ക് അത് 60-ൽ താഴെയായിരിക്കണം. 3 മാസമായിട്ട് 60-ൽ താഴെയായി കഴിയുമ്പോഴോ, അല്ലെങ്കിൽ വൃക്കയിൽ നിന്ന് സ്ഥിരമായി പ്രോട്ടീൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രശ്നം 3 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ, അല്ലെങ്കിൽ ഒരു വൃക്ക മാത്രമുള്ള ആളുകൾ, അല്ലെങ്കിൽ വൃക്കയുടെ ആകൃതിയിലും ഷേപ്പിലും ഒക്കെ വ്യത്യാസമുള്ള ആളുകൾ, അങ്ങനെയുള്ളവരും ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന ഇതിൽ വരും. ഇത് ആസച്ചൊരു അസുഖമല്ല, കുറേ രോഗങ്ങൾ കൂടിച്ചേർന്ന് നമ്മൾ പറയുന്നൊരു പേര് മാത്രമാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ഈ ക്രോണിക് കിഡ്നി ഡിസീസിന് പല കാരണങ്ങളുമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ ഷുഗർ മൂലമുണ്ടാകുന്ന ഡയബറ്റിക് കിഡ്നി ഡിസീസാണ്. പിന്നീട് അതീവ രക്തസമ്മർദ്ദം, പിന്നെ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് അല്ലെങ്കിൽ വൃക്കയെ മാത്രം ബാധിക്കുന്ന, എന്ന് വെച്ചാൽ ബാക്കി അവയവങ്ങളെ കൂടുതൽ ബാധിക്കാതെ വൃക്കയെ മാത്രം ബാധിക്കുന്ന ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന അസുഖങ്ങൾ. അതിൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത IgA നെഫ്രോപ്പതി, FSGS, മെംബ്രെയിനസ് നെഫ്രോപ്പതി മുതലായ പല അസുഖങ്ങളും ഉണ്ടാകും. പിന്നെ ജനിതകമായ കാരണങ്ങൾ, വൃക്കയിൽ സിസ്റ്റുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ സിസ്റ്റിക് കിഡ്നി ഡിസീസെന്നോ ഓട്ടോസോമൽ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസെന്നോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ജനിതകമായ തകരാറുകൾ. പിന്നെ ചുരുങ്ങിയ ചില ആളുകളിൽ മൂത്രത്തിൽ കല്ലുകൾ വരുന്നത് മൂലം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷനുകൾ വരുന്നത് മൂലം, ഓപ്പറേഷനുകൾ മൂലം ഒരു വൃക്ക നീക്കം ചെയ്യേണ്ടി വരുമ്പോഴും ഒക്കെ ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാവും. നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രിവലൻ്റ് ആയിട്ടുള്ള അസുഖങ്ങളിലൊന്നാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. അവസാനം ലഭ്യമായ കണക്കുകളിൽ 10-ൽ ഒരാൾക്ക് വൃക്കയുടെ തകരാറുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഇതിൻ്റെ സ്റ്റേജ് കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിന് രോഗലക്ഷണങ്ങളുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ GFR എന്ന് പറഞ്ഞ കണക്ക് ഒരു 30-ലൊക്കെ താന്നാലാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുക. പക്ഷേ ആ സമയം ആകുമ്പോഴത്തേക്കും വൃക്കയുടെ പ്രവർത്തനശേഷി ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ രക്തവും മൂത്രവും പരിശോധിച്ച് ക്രോണിക് കിഡ്നി ഡിസീസ് നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഒരു നെഫ്രോളജിസ്റ്റിന് കഴിയും എന്ന് പറഞ്ഞു. സാർ, സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ കിഡ്നി പരിശോധിക്കേണ്ടതായിട്ടുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഉണ്ടെങ്കിൽ അത് എത്ര കാലം ഇടവിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് പറയാമോ? നമ്മളിപ്പോൾ ഒരു വൃക്കയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ സമയങ്ങളിൽ അതിന് കാര്യമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന്. നമുക്കൊരു ഗ്യാസ് ട്രബിൾ വന്നാൽ നമുക്ക് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണണമെന്നും, നെഞ്ചിനൊരു വേദന വന്നാൽ നമ്മളത് ഹൃദയത്തിൻ്റെ ഡോക്ടറെ കാണണമെന്നും എല്ലാം നമുക്കൊരു പൊതുവായ അവബോധം ജനങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ വൃക്ക അതിൻ്റെ ആദ്യ സമയങ്ങളിൽ കാര്യമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേരിട്ടൊരു നെഫ്രോളജിസ്റ്റിനെ കാണാൻ പോകുന്ന രോഗികൾ വളരെ കുറവാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. അവരെന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി രക്തം പരിശോധിക്കുമ്പോഴാണ് സാധാരണ പല ആളുകളും വൃക്കയ്ക്ക് തകരാറുണ്ട് എന്ന് കണ്ടെത്തുന്നത്. പക്ഷേ ഒരു ഹെൽത്ത് ചെക്കപ്പ് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നോർമലായി ആരോഗ്യമുള്ളൊരു വ്യക്തി 40 വയസ്സ് വരെ രക്തപരിശോധനകൾ ചെയ്യേണ്ട ഒരു ആവശ്യകത നോർമലി പറഞ്ഞാലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഷുഗറിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഓഫ് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന് ചെറുതിലെ എപ്പോഴെങ്കിലും മൂത്രത്തിൽ കല്ല് വരിക, അല്ലെങ്കിൽ സ്ഥിരമായി മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടായ വ്യക്തികൾ, അതല്ല വൃക്കയെ ബാധിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങളായ ഷുഗർ, പ്രഷർ, വാതരോഗ സംബന്ധമായ അസുഖങ്ങൾ, ഇവയെന്തെങ്കിലും ഉള്ളവർ, അല്ലെങ്കിൽ സ്ഥിരമായി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവർ, ഇവരൊക്കെ വൃക്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വൃക്കയുടെ പ്രവർത്തനശേഷി നമ്മൾ 2 രീതിയിലാണ് പരിശോധിക്കുക. ഒന്ന്, രക്തത്തിലെ ക്രിയാറ്റിനിൻ്റെ അളവ്. അത് നമുക്ക് ഏതാണ്ട് ഒരു 100 രൂപയിൽ താഴെയാണ് ഈ ക്രിയാറ്റിനിൻ്റെ അളവിന് ചിലവ് വരിക. എല്ലാ ലാബുകളിലും തന്നെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് താൻ. അപ്പോൾ അത് നമ്മൾ ആഹാരം കഴിക്കാതെ നോക്കേണ്ട ആവശ്യകതയൊന്നും ക്രിയാറ്റിൻ്റെ കാര്യത്തിലില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നോക്കാവുന്ന ഒരു പരിശോധനയാണ്. ഈ ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ എപ്പോഴും ഒരു GFR കാൽക്കുലേറ്റർ എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പല കാൽക്കുലേറ്ററുകളും അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മളുടെ വയസ്സ്, നമ്മൾ ഇപ്പം എന്ത് സെക്സാണ്, മെയിലാണോ ഫീമെയിലാണോ, ഈ ക്രിയാറ്റിൻ്റെ അളവും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ആ GFR എന്ന് പറഞ്ഞ കണക്ക് തരും. GFR 60-ന് മുകളിലുണ്ടെങ്കിൽ നമ്മുടെ വൃക്കകൾ അത്യാവശ്യം ഹെൽത്തിയാണ്. വൃക്കയുടെ തകരാറെന്ന് പറയുന്നത് 60-ൽ താഴെ നിൽക്കുമ്പോഴാണ്. 30 മുതൽ 60 വരെ നമ്മളതിനെ സ്റ്റേജ് 3 കിഡ്നി ഡിസീസ് എന്ന് വിളിക്കും. 15 മുതൽ 30 വരെ സ്റ്റേജ് 2 എന്ന് വിളിക്കും. ലെസ് ദാൻ 15 എന്ന് പറയുമ്പോഴാണ് അത് കൂടുതൽ പ്രശ്നമായിട്ടുള്ള സ്റ്റേജ് 5 അല്ലെങ്കിൽ ESRD എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവാണ്. ഈ മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവ് എപ്പോഴും രാവിലെ ആദ്യത്തെ മൂത്രത്തിൽ പരിശോധിക്കുന്നതാണ് നല്ലത്. അതിന് നമ്മൾ ആദ്യമേ ഉപയോഗിക്കുന്ന സ്പോട്ട് മെഷർമെൻ്റാണ്. ജസ്റ്റ് ഒരു യൂറിൻ എടുക്കുന്നു, ആ യൂറിനകത്ത് പ്രോട്ടീൻ എത്ര, ക്രിയാറ്റിൻ എത്ര, പ്രോട്ടീനും ക്രിയാറ്റിനും തമ്മിലുള്ള റേഷ്യോ എത്ര. പ്രോട്ടീനേക്കാളും നല്ലത് ആൽബുമിനാണ്. അപ്പോൾ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ അതൊരു 30-ൽ കൂടുതലാണെങ്കിൽ പ്രശ്നമാണ്.
ചിലപ്പോഴൊക്കെ എൻ്റെ രോഗികൾ വന്നിട്ട് യൂറിനിലെ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലാണെന്ന് പറയുന്നു. അത് നമ്മൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. കാരണം യൂറിൻ്റെ ജോലി ശരീരത്തിൽ കൂടെ ക്രിയാറ്റിൻ വെളിയിൽ കളയുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് യൂറിനിൽ കൂടുന്നു എന്നുള്ളത് നമ്മൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ക്രിയാറ്റിൻ്റെ അളവ് ഒരു 1.5 മുകളിലേക്കാണ്, GFR ഒരു 60 താഴെയാണ്, മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവ് ഒരു 30 മില്ലിഗ്രാമിന് മുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മളതൊരു പ്രശ്നമായി കരുതുകയും വേണം. എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർ, ഈ ഒരു ഇതിലുള്ളവർ വർഷത്തിൽ 1 ഈ വൃക്കയുടെ പരിശോധനകൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഒരു തവണ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ഡോക്ടർ പറയുന്ന ഫ്രീക്വൻസിയിലാണ് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യേണ്ടത്. സാർ, ഈ മൂത്രം ശുദ്ധീകരിക്കുന്നത് വൃക്കയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വൃക്കയുടെ മറ്റ് ധർമ്മങ്ങൾ അതൊന്ന് പറഞ്ഞു തരാമോ? നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് വൃക്ക എന്ന് പറയുന്നത്. ഒരു ബീൻസ് ആകൃതിയിലുണ്ടാവും. നമ്മുടെ വയറിൻ്റെ 2 ഭാഗത്തുമായിട്ടാണ് വൃക്കകൾ സ്ഥിതി ചെയ്യുക. അപ്പോൾ വൃക്കകളിലേക്ക് ശരീരത്തിലെ രക്തയോട്ടത്തിൽ നല്ലൊരു ശതമാനവും എത്തുന്നത് വൃക്കയിലേക്കാണ്. അപ്പോൾ വൃക്കയെ നമുക്ക് എസെൻഷ്യലി ഒരു അരിപ്പാന്ന് വിളിക്കും. അപ്പോൾ ആ അരിപ്പ് വഴി രക്തം കടന്നു പോകുന്നു. രക്തം കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ രക്തവും മറ്റേ സൈഡിൽ മൂത്രവുമാണ്. അപ്പോൾ ആ രക്തത്തിലുണ്ടാകുന്ന നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വൃക്ക എന്ത് ചെയ്യുന്നു? പതിയെ അരിച്ചരിച്ച് മൂത്രത്തിലേക്ക് നീക്കിക്കളയും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം, ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ എന്ന് പറയും. അതൊട്ടും നഷ്ടപ്പെട്ടു പോകാതെ വൃക്ക നോക്കുകയും ചെയ്യുന്നു. ഈ അരിപ്പകളെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്ലോമർലി എന്നാണ്. ഈ ഗ്ലോമർലി ഉള്ളത് വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള നെഫ്രോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതുള്ളത്. ഇങ്ങനെ ഏതാണ്ട് 10 ലക്ഷത്തോളം നെഫ്രോണുകൾ ഒരു വൃക്കയിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം വൃക്ക അരിക്കുന്നുണ്ടെന്നുള്ളത്. ഒരു മിനിറ്റിൽ ഏതാണ്ട് 180 മില്ലി ബ്ലഡ് അത് ശുചീകരിക്കുന്നുണ്ടെന്നാണ് പറയുക ഒരു മിനിറ്റിൽ. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഈ വേസ്റ്റുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് വൃക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അടുത്തതായി വൃക്കയുടെ ജോലികൾ പറയുക, ഈ വേസ്റ്റ് നീക്കം ചെയ്യുന്നതിനോടൊപ്പം ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ കൂടുതൽ വെള്ളം വെളിയിൽ കളയുക, വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ശരീരത്തിൽ പിടിച്ചു നിർത്തുക. അതുവഴി തന്നെ രക്തസമ്മർദ്ദം റെഗുലേറ്റ് ചെയ്യുക. നമ്മൾ വെള്ളത്തിൻ്റെ അളവും സോഡിയത്തിൻ്റെ അളവുമാണ് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. അപ്പം ഈ രക്തസമ്മർദ്ദം റെഗുലേറ്റ് ചെയ്യുക അത് അടുത്ത പ്രധാനപ്പെട്ട ജോലികളിലൊന്നാണ്. പിന്നീട് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും ശരീരത്തിൽ ഒരുപാട് ആസിഡുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ആസിഡുകളെ നീക്കം ചെയ്യുന്നതും വൃക്ക തന്നെയാണ്. പിന്നീടുള്ളത്, നമ്മളിപ്പോൾ ഒരാളുടെ വൃക്ക എന്തുമാത്രം ക്രിയാറ്റിൻ മോശമായി അതിൻ്റെ ആ ഒരു ഈ എക്സ്ക്രീറ്ററി ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മളത് നീക്കം ചെയ്യുമൊന്നുമില്ല. വൃക്ക നമ്മൾ ഉള്ളിൽ തന്നെ വെച്ചേക്കും. കാരണം ഈ വൃക്കയ്ക്ക് ഇതല്ലാതെയുള്ള വേറെ ജോലികളും ഉണ്ട്. പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ജോലി എന്നൊന്ന് ഹോർമോണുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ കാൽസ്യം അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നോർമലായുള്ള വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് കരളിലൂടെയും വൃക്കയിലൂടെയും കടന്നുപോയാൽ മാത്രമേ അത് ആക്റ്റീവായിട്ടുള്ള വൈറ്റമിൻ ഡി ആയിട്ട് മാറുകയുള്ളൂ. അങ്ങനെ ആക്റ്റീവ് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുക, കാൽസ്യത്തിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതിൽ വൃക്ക വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ രക്തം കൂടാനായിട്ട് നമുക്കിപ്പോൾ നമ്മൾ അയൺ അല്ലെങ്കിൽ മറ്റു കഴിക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ രക്തത്തിൻ്റെ അളവ് കൂടുന്നില്ല. എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? രക്തം ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ എറിത്രോപോയിറ്റിൻ ഹോർമോൺ ഉണ്ടാക്കുന്നതിലും വൃക്ക വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം വേസ്റ്റുകൾ നീക്കം ചെയ്യുക, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, രക്തത്തിലെ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക, ആസിഡ് നീക്കം ചെയ്യുക, കാൽഷ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക, ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുക മുതലായവയാണ് വൃക്കയുടെ പ്രധാന ജോലികൾ. പിന്നെ സാർ, നമുക്കിപ്പോൾ പൊതുവേ നമ്മുടെ ഇപ്പം ഇടയ്ക്കുള്ള ട്രെൻഡാണ് ഡയറ്റ് നോക്കുക. അപ്പോൾ ഡയറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ അമിതമായി വെള്ളം കുടിച്ചാൽ നമ്മുടെ വൃക്കകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമോ? സാധാരണഗതിയിലില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആരോഗ്യവാനായിട്ടുള്ള ഒരു കേരളീയൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളൊരു ഗ്ലാസ് കണക്കിൽ പറയുകയാണെങ്കിൽ 10 മുതൽ 12 ഗ്ലാസ് വരെ. അപ്പോൾ നമ്മൾ അത്രയും വെള്ളം കുടിക്കും. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ചൊക്കെ ചാറുകറികളോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 3 ലിറ്ററോളം വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. ആ 3 ലിറ്ററിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യകത നമുക്ക് ഒരു ദിവസം ശരീരത്തിലില്ല. ഇതൊരു നോർമൽ ആളുടെ കാര്യത്തിലാണ്. പക്ഷേ നമ്മൾ കൂടുതൽ സമയം വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നു, നമ്മളൊരു എക്സർസൈസ് കാര്യം കൂടുതലായിട്ട് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ വേർത്ത് പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വെള്ളം കുടിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ എന്തേരം വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വൃക്കയ്ക്ക് അതിനെ എല്ലാം അരിച്ച് നീക്കം ചെയ്യാനും ആവശ്യമില്ലാത്ത വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ടും പറ്റും. ഒരു വെള്ളം കുറച്ച് കൂടുതൽ കുടിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അത് വൃക്കയ്ക്ക് ഒരു പ്രവർത്തനശേഷി പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളുടെ ഒരു പൊതുവായ ധാരണ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളമെല്ലാം അപ്പം തന്നെ മൂത്രമായി മാറുകയും അതിനനുസരിച്ച് വൃക്കകളെ ശുചീകരിക്കുന്നു എന്നാണ്. അങ്ങനെയല്ല. കാരണം ഈ കുടിക്കുന്ന വെള്ളമെല്ലാം നീക്കം ചെയ്യാനായിട്ട് വൃക്ക കുറച്ചുകൂടി കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ കൂടുതലായി ജോലി ചെയ്യേണ്ടി വരുമ്പോൾ മുൻപോട്ട് വരുമ്പം ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളമാണ് ഒരു ദിവസം നോർമൽ ഒരാൾക്ക് വേണ്ടി വരിക എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കാൻ കാരണം. പക്ഷേ
ഇത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മാറും. ഇപ്പോൾ ചില അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഓട്ടോസോമൽ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, അതിനകത്ത് 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളമാണ് ഒരു ദിവസം കുടിക്കാനായിട്ട് പറയുന്നത്. കാരണം നമുക്ക് ഈ സിസ്റ്റുകളുടെ എണ്ണം കൂടാതിരിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം വൃക്കയുടെ തകരാറുണ്ട്, അല്ലെങ്കിൽ കരളിൻ്റെ തകരാറുണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ തകരാറുണ്ട്. ഇതെല്ലാം ശരീരത്തിൽ വെള്ളം ബാക്കി നിൽക്കുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കുറച്ച് കൊണ്ടുവരും. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെയുള്ള ഡയാലിസിസ് രോഗികൾക്ക് മൂത്രം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ അവർക്ക് ചില ആളുകളോട് നമ്മൾ ദിവസം 1 ലിറ്ററാണ് മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. കാരണം അതിൽ കൂടുതൽ വെള്ളം ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ശേഷി അവരുടെ ശരീരത്തിനില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തിനും നമ്മളുടെ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തന ശേഷിക്കും അനുസൃതമായിട്ടാണ് നമ്മൾ എന്തുമാത്രം വെള്ളം കുടിക്കണം എന്നുള്ളത് പറയുക. ഒരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള കണക്ക് പറയുകയാണെങ്കിൽ 10 മുതൽ 12 ഗ്ലാസ് വരെ ഒരു ദിവസം കുടിക്കേണ്ടതായിട്ടാണ്. സർ, നമ്മുടെ ശരീരത്തിലും മുഖത്തും കാലുകളിലും ഒക്കെ നീര് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ പൊതുവെ ആൾക്കാർ പറയും കിഡ്നിക്ക് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട് അതുകൊണ്ടാണെന്ന്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ടത് എപ്പോഴാണ്? അതൊന്ന് പറയാം. ഇപ്പം നമ്മളൊരു നോർമൽ ആരോഗ്യവാനായ വ്യക്തിയാണ്, അദ്ദേഹം ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കാലിലോ മുഖത്തോ നീര് കാണുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളെപ്പോഴും അതൊരു പ്രശ്നമായി തന്നെ കണക്കാക്കേണ്ടതാണ്. കാരണം നമ്മളുടെ ശരീരത്തിലെത്തുന്ന വെള്ളവും ഉപ്പും നോർമലി ശരീരത്തിന് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ വൃക്കയുടെ പ്രവർത്തനം ഒരു പരിധി കൂടുതൽ മോശമാകുന്നു, ക്രിയാറ്റിൻ്റെ അളവ് ഒരു പരിധി കൂടുതൽ കൂടുന്നു എന്നുള്ള സിറ്റുവേഷൻസിൽ വൃക്കയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? ആ വെള്ളവും ഉപ്പും നീക്കം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ ബാക്കി നിൽക്കുന്ന വെള്ളവും ഉപ്പുമാണ് ശരീരത്തിലെ പല സ്ഥലങ്ങളിലും നീരായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ വേറൊരു കാരണമുള്ളത്, ക്രിയാറ്റിൻ നോർമലായ വ്യക്തികൾ തന്നെ കാര്യമായി മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ചിലപ്പോൾ ഗ്രാം കണക്കിലൊക്കെ ഒരു ദിവസം മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ നഷ്ടപ്പെട്ടു പോകും. അത്രയും പ്രോട്ടീൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ രക്തക്കുഴലുകളിലെ ആൽബുമിൻ്റെ അളവ് വല്ലാതെ കുറയുന്നു. ഈ ആൽബുമിൻ ഇല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ നിന്നും പതിയെ ബ്ലഡിന് ഉള്ളിലുള്ള സാധനങ്ങൾ വെളിയിലേക്ക് ലീക്ക് ചെയ്ത് വരും. അങ്ങനെ ലീക്ക് ചെയ്ത് വന്നു അതൊരു എഡീമയായിട്ട് മാറും. ഇങ്ങനെയുള്ളതിനെ നമ്മളൊരു റീനൽ എഡീമ എന്ന് വിളിക്കും. ഈ റീനൽ എഡീമയുടെ പ്രത്യേകതകൾ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് നീരുണ്ടാവുക. പക്ഷേ കണ്ണിന് ചുറ്റും, കണ്ണിന് താഴ്ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ നീര് കാണും. കണ്ണ് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇതൊക്കെ ഒരു റീനൽ എഡീമയുടെ ലക്ഷണങ്ങളാണ്. പക്ഷേ എല്ലാ നീരും വൃക്ക കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. കരൾ, പിന്നെ ഹൃദയം മുതലായവയും നീരുണ്ടാക്കാം. പക്ഷേ ഇതിനകത്തുള്ള പ്രത്യേകത, കരളിൻ്റെ നീരിൽ മിക്കവാറും വയറിലായിരിക്കും കൂടുതൽ നീരുണ്ടാവുക. ഹൃദയത്തിൻ്റെ നീരിൽ കാലിലും മറ്റു സ്ഥലങ്ങളിലും നീരുണ്ടാവാം. പക്ഷേ വൈകുന്നേരങ്ങളിലേക്ക് കുറച്ച് നടക്കുകയും ചെയ്യുമ്പോഴാണ് നീരിൻ്റെ അളവ് കൂടി വരും. വൃക്കയുടെ നേരെ മറിച്ച് രാവിലെ ആയിരിക്കും കുറച്ചുകൂടെ കൂടുതൽ നീര് കാണുക. പിന്നീട് വേറൊരു പ്രത്യേകത എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു കുഴി പോലെ ഉണ്ടാവും. നമ്മുടെ കാലിലൊരു വലിയ നീരുണ്ടെങ്കിൽ ആ നീരിൽ ഇങ്ങനെ അമർത്തി കഴിയുമ്പോൾ അവിടെ ഒരു കുഴി കാണാനായിട്ട് വരും. അതിനെ നമ്മൾ പിറ്റിംഗ് എഡീമ എന്ന് പറയും. ഇത് നമ്മൾ കുത്തുമ്പോൾ കുഴിയുന്നില്ലെങ്കിൽ അത് തൈറോയ്ഡ് രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന നീരിലാണ്. നമ്മൾ കുത്തുമ്പോൾ കുഴിയാത്ത വലിയ നീരുകൾ കാലിലുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും 4 അവയവങ്ങളുടെ പ്രശ്നങ്ങളിലാണ് നീരുണ്ടാവുക: ഹൃദയം, വൃക്ക, കരള്, തൈറോയ്ഡ്. അപ്പം നീര് കണ്ടാൽ അതെന്താണ് കാരണം എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് ഇവാലുവേറ്റ് ചെയ്യുക തന്നെ വേണം. രക്തപരിശോധനകളിൽ വൃക്കയ്ക്ക് പ്രശ്നമുണ്ടെങ്കിലേ അതെന്താവുന്നുള്ളൂ, ആ നീര് വൃക്കയുടേതായിട്ട് മാറുന്നു. സർ, ഈ യൂറിനിൽ പത കാണുന്നത് അതൊരു വൃക്ക രോഗത്തിന് ലക്ഷണമാണോ? ആണെങ്കിൽ അത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം? അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണോ ഒന്ന് പറയാമോ? നമ്മളിപ്പോൾ വൃക്കയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കാണാവുന്ന ആദ്യത്തെ രോഗലക്ഷണങ്ങളിലൊന്നാണ് മൂത്രത്തിൽ പത കാണുക എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വൃക്കകൾ എന്ന് പറഞ്ഞ ഒരു അരിപ്പകളാണ്. ആ അരിപ്പയുടെ ഒരു ഭാഗത്ത് രക്തമുണ്ട്, മറ്റേ ഭാഗത്ത് മൂത്രമുണ്ട്. ഈ അരിപ്പകൾക്ക് ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കണ്ണികളുടെ അകലം ചെറുതായി ഒന്ന് വലുതാകുകയാണെങ്കിൽ രക്തത്തിലുള്ള പ്രോട്ടീൻ എന്ത് ചെയ്യാം, അതുവഴി ലീക്ക് ചെയ്ത് ഇതിലേക്ക് എത്താം. അത് ഞാൻ മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്, ശരിക്കും സംഭവിക്കുന്നത് അങ്ങനെയല്ല. പക്ഷേ അങ്ങനെ നമ്മൾ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ ലീക്കാവുമ്പോൾ ആ വരുന്ന പത നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ അതിന് മേളിലൊരു പതയായിട്ട് കാണും. അത് പക്ഷേ നമ്മൾ എല്ലാ തവണയും അതൊരു അലാമിംഗ് ആയിട്ട് കാണേണ്ട കാര്യം ഇല്ല. നമ്മൾ ഈ യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ ഒഴിക്കുമ്പോൾ എല്ലാവർക്കും തന്നെ ചെറിയ രീതിയിൽ പതയുടെ അംശം കാണും. പക്ഷേ വലിയ കുമിളകളുണ്ടാവുക, ഫ്ലഷ് ചെയ്തതിന് ശേഷം പോകാത്ത രീതിയിൽ കുമിളകൾ കാണുക, ഇങ്ങനെയൊക്കെ വരുന്ന പതയാണ് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണേണ്ടത്. പിന്നെ അത് എല്ലാ നേരങ്ങളിലും ഉണ്ടാവും, രാവിലെ ഒരു നേരം മാത്രമല്ല, എല്ലാ സമയങ്ങളിലും മൂത്രം ഒഴിക്കുമ്പോൾ വൃക്കയുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പത അവിടെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ഒരു യൂറിൻ ACR അല്ലെങ്കിൽ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ ആണ്. ഈ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ചെയ്ത് കഴിയുമ്പോൾ അത് വൃക്കയിൽ നിന്ന് പ്രോട്ടീൻ നഷ്ടപ്പെട്ട് വന്നതുകൊണ്ടാണോ ആ പത ഉണ്ടാകുന്നത് നമുക്കറിയാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ആ പത ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ വൃക്കയുടെ പ്രവർത്തനം എന്തുകൊണ്ട് മോശമാകുന്നു എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ടാൽ മാത്രമേ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അത് പല കാരണങ്ങൾ കൊണ്ടും മൂത്രത്തിൽ പത കാണാം. പ്രധാനമായും ഏറ്റവും കൂടുതൽ കാണുന്ന ഷുഗർ രോഗികളിലാണ്. പിന്നെ വൃക്കയെ മാത്രം ബാധിക്കുന്ന ചില അസുഖങ്ങളുണ്ട്: FSGS, നെഫ്രോട്ടിക് സിൻഡ്രോം, മിനിമൽ ചേഞ്ച് ഡിസീസ്, മെംബ്രൈനസ് നെഫ്രോപ്പതി മുതലായവ.
ഇവയൊക്കെ മൂത്രത്തിൻ്റെ പ്രോട്ടീൻ വളരെയധികം വർദ്ധിപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ ഏതാണ് അസുഖം എന്നത് വെച്ചിട്ടാണ് അതിൻ്റെ ചികിത്സകളും വരിക. ഷുഗർ മൂലമുള്ള അസുഖമാണെങ്കിൽ ARB അല്ലെങ്കിൽ AC ഇൻഹിബിറ്റർ, ടെൽമിസാർട്ടൻ, ലൊസാർട്ടൻ മുതലായ മരുന്നുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ടുള്ള SGLT2, ഡാപ്പാഗ്ലോസിൻ മുതലായ ഗുളികൾ. പക്ഷേ ആ സ്ഥാനത്ത് നെഫ്രോട്ടിക് സിൻഡ്രോം അല്ലെങ്കിൽ MCD, FSGS ഒക്കെ ആണെങ്കിൽ സ്റ്റിറോയിഡ് എന്ന് പറയുന്ന മരുന്നാണ് അതിൻ്റെ ചികിത്സയായിട്ട് വരിക. മെംബ്രെയിനസ് നെഫ്രോപ്പതിയിൽ റിറ്റൂക്സിമാബ് എന്ന് പറഞ്ഞ മരുന്നാണ് അതിൻ്റെ ചികിത്സയായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു അസുഖത്തെ അല്ല നമ്മൾ ചികിത്സിക്കുന്നതെന്ന് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഈ പ്രോട്ടീനെ അല്ല നമ്മൾ ചികിത്സിക്കുക. ആ പ്രോട്ടീൻ വരാനായിട്ട് എന്താണ് കാരണം ഉണ്ടായെന്ന് കണ്ടെത്തി ആ കാരണത്തെ ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ പ്രോട്ടീൻ നമുക്ക് ഇത്തിരി പ്രശ്നമുള്ളൊരിതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഈ അരിപ്പ അല്ലെങ്കിൽ ഗ്ലോമർലെസിനപ്പുറത്തേക്ക് ഈ മൂത്രം കൊണ്ടുപോകുന്ന ട്യൂബ്യൂളുകൾ, ഈ ട്യൂബ്യൂളുകളിലേക്ക് നോർമലി ഒരിക്കലും പ്രോട്ടീൻ എത്തുന്നില്ല. പ്രോട്ടീൻ എപ്പോഴും ആ ഗ്ലോമർലെസിൽ തടഞ്ഞ ഒരു ഡാം പോലെ അത് തടഞ്ഞു നിർത്തുക ചെയ്യും. ഈ പ്രോട്ടീൻ ഈ ഗ്ലോമർലെസിലേക്ക് എത്തുമ്പോൾ, ഗ്ലോമർലെസിൽ നിന്ന് ട്യൂബ്യൂളുകളിലേക്ക് എത്തുമ്പോൾ ട്യൂബ്യൂളിൽ ചെറിയ ചേഞ്ചുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പതിയെ ഈ ട്യൂബ്യൂളുകൾ നശിച്ചു പോകുന്നു. ഈ ട്യൂബ്യൂളുകൾ നശിച്ചു പോയി ഒരു തവണ ഈ ട്യൂബ്യൂളുകൾ പൂർണ്ണമായി നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പത കണ്ടാൽ ഉടൻ തന്നെ യൂറിൻ ACR ടെസ്റ്റ് ചെയ്ത് നോക്കുക. യൂറിൻ ACR കൂടുതലാണ് എന്ന് കാണുകയാണെങ്കിൽ ഒരു വൃക്കരോഗ വിദഗ്ധൻ്റെ സേവനം തേടുക എന്നതാണ് നല്ലത്. സർ, നമുക്ക് വൃക്കരോഗങ്ങൾ ഇപ്പോൾ കൂടി വരുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണങ്ങളൊന്ന് പറയാമോ? പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ വൃക്കയെ ബാധിക്കുന്ന എല്ലാ അസുഖങ്ങളെയും കൂടെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണങ്ങളുണ്ടാവും. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷുഗറാണ്. 70% ഡയബറ്റിസ് രോഗികൾ വൃക്കയ്ക്ക് ചെറിയ തകരാറ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള രോഗികളിൽ 40 മുതൽ 50% വരെ പേർക്കും ഷുഗർ ഉണ്ടാവും. അപ്പം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി വെച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷുഗറായി തന്നെ കണക്കാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു രാജ്യത്തിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ തന്നെ കേരളം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഈ ഷുഗർ രോഗികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന്, ഷുഗർ നമ്മുടെ വൃക്കയെ ബാധിക്കുന്നതിലൂടെ വൃക്കരോഗമുണ്ടാവും. രണ്ടാമതായിട്ട് രക്തസമ്മർദ്ദം ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടാവുക, അതിനെ മരുന്നുകൾ കൊണ്ട് കൃത്യമായി കൺട്രോൾ ചെയ്യാതിരിക്കുക മുതലായ സന്ദർഭങ്ങളിലും അത് വൃക്കയുടെ പ്രവർത്തനം മോശമാക്കും. പിന്നീട് ഗ്ലോമർലോനെഫ്രൈറ്റിസ് അല്ലെങ്കിൽ വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങളായ ഗ്ലോമർലയിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം വരുന്ന ഗ്ലോമർലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം. അത് പലതരത്തിലുണ്ട്. മിസാഞ്ചിയോ പ്രൊലിഫറേറ്റീവ് ഗ്ലോമർലോനെഫ്രൈറ്റിസ്, IgA നെഫ്രോപ്പതി, SLE മുതലായ അസുഖങ്ങളിൽ വൃക്കയെ ബാധിക്കാം. ഇതെല്ലാം കൂടുതലും വൃക്കയെ മാത്രം ബാധിച്ച് നിൽക്കുന്ന അസുഖങ്ങളാണ്. അങ്ങനെയുള്ള ഗ്ലോമർലോനെഫ്രൈറ്റിസ് അസുഖങ്ങൾ. പിന്നെ വരുന്നത് ജനതികമായ കാരണങ്ങൾ, ഓട്ടോസോമൽ ഡോമിനൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ജനതിക കാരണം എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് കല്ലുകൾ, നമ്മൾ ഈ കല്ലുകൾ മൂത്രം ഇറങ്ങി വരുന്ന വഴിയിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്ത് വൃക്കയുടെ പ്രവർത്തനം മോശമാക്കാനുള്ള സാധ്യത. പിന്നീട് കാര്യമായ ഇൻഫെക്ഷനുകൾ വന്ന് വൃക്കയുടെ പ്രവർത്തനം മോശമായി പോകും. പിന്നെ ഏതെങ്കിലും സർജറികൾ, ഏതെങ്കിലും കാരണവശാൽ വൃക്കയുടെ ഒരു ഭാഗം നീക്കം ചെയ്യേണ്ട അവസ്ഥകൾ, ക്യാൻസറിൻ്റെ ചികിത്സകൾക്കായിട്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നതായിട്ടോ വൃക്കയുടെ ഭാഗം നീക്കം ചെയ്യേണ്ടി വരുമ്പോഴും അതും ക്രോണിക് കിഡ്നി ഡിസീസിന് കാരണമാവും. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, മൂന്നാമത്തെ ഗ്ലോമർലോനെഫ്രൈറ്റിസ്. ഇത് 3 ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സാർ, ഇപ്പോൾ കിഡ്നി സ്റ്റോണിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ വൃക്കയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വരുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കിഡ്നി സ്റ്റോൺ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്, അതൊന്ന് പറയാമോ? നമുക്കിപ്പോൾ വൃക്കയുടെ കല്ലുകൾ 2 രീതിയിലുണ്ട്. ഒരു ചെറിയ കല്ല് മാത്രം വന്നു പോകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ വൃക്കയിൽ പല ഭാഗത്തും കല്ലുകളുള്ള അസുഖങ്ങൾ. ഈ ഒരു തവണ വന്നു പോകുന്ന കല്ലുകൾ അങ്ങനെ സാധാരണ വൃക്കയ്ക്ക് വലിയ പ്രവർത്തനശേഷി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. അതിൻ്റെ വലിപ്പം ഒരു പരിധിയിൽ കൂടുതലാണെങ്കിൽ ഒരു യൂറോളജിസ്റ്റ് അതിനെ നീക്കം ചെയ്യുന്നു. പക്ഷേ നമുക്ക് വീണ്ടും കല്ലുകൾ വരുന്ന ആളുകളുണ്ട്. ഇടയ്ക്ക് ഒരു തവണ നമ്മൾ കല്ല് വന്നു, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അടുത്ത കല്ലുകൾ വന്നു. സ്കാനൊക്കെ ചെയ്യുമ്പോൾ വൃക്കയിൽ പല സ്ഥലങ്ങളിലും കല്ലുകൾ കാണും. അപ്പം നമ്മളതിന് ഒരു അക്യൂട്ട് ചികിത്സ, കല്ലിനെ നീക്കം ചെയ്യുക എന്ന് ചെയ്തുകൊണ്ട് മാത്രമായില്ല, ആ കല്ല് എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടെത്തുന്നത് പ്രധാനമാണ്. അപ്പോൾ അത് ചില ആളുകളിൽ കാൽസ്യം കൂടുതൽ കൊണ്ടാവാം, ചില ആളുകളിൽ യൂറിക് ആസിഡ് കൂടുതൽ കൊണ്ടാവാം, ചില ആളുകളിൽ ഓക്സലോസിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പ്രശ്നം കൊണ്ടാവാം. അപ്പം അങ്ങനെ എന്താണ് ഈ കല്ലിൻ്റെ കാരണമെന്ന് കണ്ടെത്തുക, അതിനെ ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കല്ല് പിന്നീട് വരാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കല്ലിൻ്റെ കാരണം കണ്ടെത്താം? ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്ന്, 24 മണിക്കൂർ മൂത്രം കളക്ട് ചെയ്തിട്ട് ആ മൂത്രത്തിനകത്തൂടെ നഷ്ടപ്പെട്ടു പോകുന്ന കാൽസ്യത്തിൻ്റെയും ഓക്സലേറ്റിൻ്റെയും യൂറിക് ആസിഡിൻ്റെയും സിട്രേറ്റിൻ്റെയൊക്കെ അളവ് കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യുന്നത്, നമുക്കിപ്പോൾ നമ്മളൊരു സ്ഥിരമായി കല്ല് വരുന്ന ഒരു രോഗിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കല്ല് മൂത്രത്തിൽ കൂടെ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് അറിയാം. എന്ന് വെച്ചാൽ ഒരു വേദന വരുമ്പോൾ അറിയാം. അപ്പോൾ ആ സമയത്ത് മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ അവരോട് പറയും ഒരു തുണിയിലേക്കോ മറ്റോ മൂത്രം ഒഴിക്കാൻ പറയും. അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന ആ കല്ല് എന്ത് ചെയ്യും, നമുക്ക് ആ തുണിയിൽ വീണ് കിടക്കുന്നതാണ്. ആ കല്ല് നമ്മൾ എടുത്തിട്ട് സ്റ്റോൺ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പരിശോധന ചെയ്ത് കഴിഞ്ഞാൽ
എന്ത് കെമിക്കൽ കൊണ്ടാണ് ഈ കല്ലുണ്ടായതെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഈ കല്ലിൻ്റെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കല്ലിനെ തടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇങ്ങനെ ഈ കല്ലുകൾ വൃക്കയുടെ പ്രവർത്തനം മോശമാക്കുന്നത് മൂത്രം പോകുന്ന വഴിയിൽ ബ്ലോക്ക് ഉണ്ടാകുകയും ആ ബ്ലോക്ക് നമ്മൾ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ്. അങ്ങനെ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ അതൊരു ഇൻഫെക്ഷനായി മാറും. ഇൻഫെക്ഷനായി മാറിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വൃക്കയുടെ പ്രവർത്തനം മോശമാക്കുന്ന ഒരു ഇതിലൊന്നാണ് ഈ കല്ലുകൾ എന്ന് പറയുന്നത്. അപ്പം മൂത്രം ഉണ്ടാകുന്നതിൻ്റെ അളവ് പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകുന്നു. അതിപ്പം 2 വൃക്കയിലും കല്ല് വന്ന് ബ്ലോക്ക് ആവണമെന്നില്ല. ഒറ്റ വൃക്കയിൽ വന്ന് ബ്ലോക്ക് ആയാൽ തന്നെ വൃക്കയുടെ പ്രവർത്തനം ഒരു പരിധി കൂടുതൽ മോശമാണ്. പക്ഷെ അതൊരു റിവേഴ്സിബിൾ കോസാണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വൃക്കയുടെ പ്രവർത്തനം തിരിച്ചു പിടിക്കാനായിട്ട് പറ്റുന്നൊരിതാണ് എന്ന് പറയും. പിന്നെ ഈ കല്ലിൻ്റെ ആദ്യകാല ചികിത്സ പോലെ തന്നെ പ്രധാനമാണ് പിന്നീട് കല്ല് വരാതെ നോക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും നന്നായി വെള്ളം കുടിക്കുക. അപ്പോൾ 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കുടിക്കുക. പിന്നീട് കല്ലുണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ റെഡ് മീറ്റ്, കോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ തക്കാളി, നമ്മൾ നോർമൽ തക്കാളി അല്ല ഒഴിവാക്കാനായിട്ട് പറയുന്നത്. തക്കാളിയുടെ സോസാണ് നമ്മൾ അധികം കഴിക്കരുതെന്ന് പറയുന്നത്. നമ്മൾ 1-2 തക്കാളി ഇടയ്ക്ക് കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാവേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ഈ ഇലച്ചീരയിലും ബീട്രൂട്ടിലും ഒക്കെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്. അതൊന്ന് കുറച്ച് കഴിക്കേണ്ടതായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ എല്ലാവരും മിസ്കൺസെപ്ഷനാണ് കാൽഷ്യം നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന്. അങ്ങനെയല്ല, കാൽഷ്യം പൂർണ്ണമായി ഒഴിവാക്കുന്നതിലൂടെ ശരിക്കും കല്ലിനുള്ള ടെൻഡൻസി കൂടുകയുള്ളൂ. കാരണം അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവിൽ ഒരു 200 മില്ലിയിൽ താഴെ പാൽ ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ കാൽഷ്യം കൃത്യമായ അളവിലെടുക്കുക, വെള്ളം ഇത് ചെയ്യുക. പിന്നെ എന്താണ് കല്ലിൻ്റെ കാരണം എന്ന് കണ്ടെത്തി അതിനെ ചികിത്സിച്ചാൽ നമുക്ക് കല്ല് വീണ്ടും വരാതെ നോക്കാനായിട്ട് സാധിക്കും. സാർ, നമുക്ക് യൂറിൻ്റെ നിറവും അളവും വെച്ചിട്ട് നമുക്ക് കിഡ്നി രോഗ സാധ്യതകൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ മൂത്രം എന്ന് പറഞ്ഞാൽ വൃക്കയുടെ കണ്ണാടിയാണെന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃക്കയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ആദ്യമായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മൂത്രത്തിലാണ്. ഞങ്ങളതിനെ ലിക്വിഡ് ബയോപ്സി എന്നാണ് വിളിക്കുക. എന്ന് വെച്ചാൽ വൃക്കയുടെ ഒരു ബയോപ്സി ചെയ്യുന്ന അത്രയും ഇൻഫർമേഷനുകൾ നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? ഒരു മൂത്രപരിശോധനയിൽ നിന്ന് കിട്ടും. അപ്പോൾ പലപ്പോഴും നമ്മൾ മൂത്രപരിശോധന നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. കാരണം നമ്മളുടെ ആ ട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലാബ് ടെക്നീഷ്യൻ നോക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും ഇൻഫർമേഷൻ കിട്ടും. പണ്ട് കാലങ്ങളിൽ ഡോക്ടർമാർ തന്നെയായിരുന്നു പലപ്പോഴും മൂത്രം പരിശോധിച്ച് നോക്കുന്നത്. നമുക്ക് നമ്മുടെയൊക്കെ വാർഡിൻ്റെ സൈഡിൽ യൂറിൻ ലാബ് എന്ന് പറഞ്ഞിട്ടൊരു ലാബ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒന്ന് നിറം എന്ന് പറയുന്ന ഒരു ആംബർ യെല്ലോ, ഒരു നോർമൽ കളറാണ് നമുക്ക് വരിക. അതിനകത്ത് നമുക്ക് ഈ മഞ്ഞ കളർ കൂടി വരുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വൈറ്റമിൻ ടാബ്ലറ്റുകൾ കഴിക്കും. നമ്മൾ ഏറ്റവും പേടിക്കുന്ന കളറ് ചുവപ്പാണ്. ചുവപ്പെന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ അംശം മൂത്രത്തിലുണ്ടാകുമ്പോഴാണ് ചുവപ്പ് ഉണ്ടാവുക. പക്ഷേ രസകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ബീട്രൂട്ട് കൂടുതൽ കഴിച്ചാലും ചിലപ്പോൾ നമുക്ക് മൂത്രത്തിന് രക്ത കളർ ഉണ്ടാവാം. അങ്ങനെ പേടിച്ച് ഒപ്പിയിൽ വന്ന ആളുകൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മൾ TBയുടെ മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്കൊക്കെ ഓറഞ്ചിൻ്റെ കളർ വരും. പിന്നെ കറുപ്പ് കളർ ഉണ്ടാകുന്ന ചില ജനതിക അസുഖങ്ങൾ, ആൽക്കപ്റ്റോണൂറിയ മുതലായ ജനതിക അസുഖങ്ങളിൽ മൂത്രത്തിന് നല്ല കറുപ്പ് കളർ ഉണ്ടാവാനായിട്ടുള്ളതുണ്ട്. പക്ഷേ ഏറ്റവും നമ്മൾ പേടിക്കുന്ന കളർ എന്ന് പറയുന്നത് ചുവപ്പാണ്. പിന്നെ ചുവപ്പ് കണ്ടാൽ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുക തന്നെ വേണം. അടുത്തതായി നമ്മൾ നോക്കുക എന്ന് പറയുന്നത് ഈ മൂത്രത്തിൻ്റെ അളവാണ്. ഈ മൂത്രത്തിൻ്റെ അളവിനുള്ളൊരു എനിക്ക് വരുന്നൊരു പ്രശ്നം, ഇപ്പം നമ്മളൊരു ക്രിയാറ്റിൻ ചില ആളുകളിൽ 7-8 ഒക്കെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൃക്കയുടെ തകരാറുള്ളവർ തന്നെ ചിലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് മൂത്രം ഉണ്ടല്ലോ, മൂത്രത്തിൻ്റെ അളവ് നോർമലാണല്ലോ, പിന്നെ എൻ്റെ വൃക്കയ്ക്ക് തകരാറുണ്ടെന്ന് ഡോക്ടർക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു വൃക്കയ്ക്ക് 100% പ്രവർത്തനശേഷി ഉണ്ടെങ്കിൽ അതൊരു 20% വരെയൊക്കെ കുറഞ്ഞാലും വൃക്ക എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മൂത്രം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ഇൻഎഫക്റ്റ് കുറച്ച് കൂടുതൽ മൂത്രം ചിലപ്പോൾ അവിടെ പോയി എന്ന് വരാം. ഈ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആളുകളിൽ ചിലപ്പോൾ അവർ പകൽ മൂത്രം ഒഴിക്കുന്നതിനേക്കാളും കൂടുതൽ രാത്രിയിലായിരിക്കും മൂത്രം ഒഴിക്കുക. അവർക്ക് അതിനെ നമ്മളൊരു കോൺസെൻട്രേറ്റിംഗ് എബിലിറ്റി എന്നാണ് പറയുക. വൃക്കയുടെ മൂത്രം അത് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ചിലപ്പോൾ രാത്രിയിൽ ഒരുപാട് മൂത്രം ഒഴിക്കാനും ചിലപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കൂടാനും സാധിക്കും. ഈ മൂത്രത്തിൻ്റെ അളവ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, വൃക്കയുടെ തകരാറ് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ നോർമലായി മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി പെട്ടെന്നൊരു ദിവസം മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് ഞങ്ങളൊരു ഹൃദയത്തിന് അറ്റാക്ക് വരുന്നത് പോലെ ഒരു എമർജൻസിയായി കണക്കാക്കുന്ന ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക്. അത് എവിടെ ഒന്നുകിൽ വൃക്കയിലേക്ക് രക്തം കിട്ടാതെ വരുന്ന റീനൽ ആർട്ടറി അല്ലെങ്കിൽ റീനൽ വെയിൻ അവിടെ വരികളിൽ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മൂത്രം ഇറങ്ങി വരുന്ന വഴിയിൽ കല്ലുകൾ മൂലമോ മറ്റ് പ്രശ്നങ്ങൾ മൂലമോ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് മൂത്രത്തിൻ്റെ അളവ് അങ്ങ് നിന്നു പോകുന്നത്. കുറയുന്നത് നമ്മൾ കാണാറുണ്ട് പല അസുഖങ്ങളിലും. പക്ഷേ വൃക്കയുടെ തകരാറ് ഒരു പരിധിയിൽ കൂടുതലാകുമ്പോഴാണ് ഈ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നതായി കാണുന്നത്. ഇപ്പോൾ ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയും ക്രോണിക് കിഡ്നി ഡിസീസും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനകത്ത് ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയിൽ മൂത്രത്തിൻ്റെ അളവ് കുറയാം. ക്രോണിക് കിഡ്നി ഡിസീസ് വളരെ അഡ്വാൻസ്ഡ് ആയാൽ മാത്രമേ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണും. മൂത്രം എന്ന് പറഞ്ഞാൽ വൃക്കയുടെ അസുഖങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന എന്ന് പറയുന്നത് മൂത്രപരിശോധനയാണ്. അതിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സർ, പിന്നെ നമുക്ക് പൊതുവെ കുട്ടികളിലാണെന്ന് തോന്നുന്നു എനിക്ക് ഈ വാഷ്റൂം യൂസ് ചെയ്യാനുള്ള മടി കൊണ്ട് അവർ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രവണതയുണ്ട്.
അതുകൊണ്ട് കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് വരാനുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെ ആശ്രയിച്ചത് വൃക്കയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഹോൾഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ്റെ സാധ്യതകളാണ്. കാരണം നമുക്കത് മൂത്രമോടെ കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ജനൈറ്റൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾക്ക് ഒരു ടോയ്ലറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്കൊന്നും വളരെ പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പം അങ്ങനെ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ജനൈറ്റൽ ഏരിയ നമ്മൾ ക്ലീനായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ തവണ നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഭാഗം നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മുൻപിൽ നിന്ന് പുറകിലേക്ക് മാത്രമേ ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളൂ, തിരിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ അതിനുവേണ്ടി വേറെ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, സോപ്പോ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, വെള്ളം വെച്ച് മാത്രം ക്ലീൻ ചെയ്താൽ മതിയാവും എന്നുള്ളതാണ്. ഹോൾഡ് ചെയ്യുന്നതിലൂടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫെക്ഷനാണ്. പല ചെറിയ കുട്ടികളിലും നമ്മളങ്ങനെ കാണാറുണ്ട്. അതിനവർക്ക് പല ഇൻഹിബിഷൻസും ഉണ്ടാവാം. പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അവരുപയോഗിക്കുന്നതിൽ കൂടുതൽ വൃത്തിരഹിതമായിട്ടുള്ള ടോയ്ലറ്റുകൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതവരെ പ്രോപ്പറായി എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനൊരു സൊല്യൂഷനായിട്ടുള്ളൂ. അതൊരു ഇൻഫെക്ഷൻ ഉണ്ടായില്ലെങ്കിൽ അത് വൃക്കയുടെ പ്രവർത്തനത്തിനെ പ്രശ്നങ്ങളാക്കേണ്ട കാര്യങ്ങൾ ഇല്ല എന്നുള്ളത്. സാർ, ഈ വൃക്കയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒന്ന് പറയാമോ? നമുക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജി എന്ന് പറയുന്നത് നമ്മളെല്ലാ വർഷവും നമ്മൾ ലോക വൃക്ക ദിനം ആചരിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലോക വൃക്ക ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 8 സുവർണ്ണ നിയമങ്ങൾ, വൃക്കയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ 8 സുവർണ്ണ നിയമങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യത്തേത് നമ്മളെപ്പോഴും ഫിറ്റായിട്ടിരിക്കുക, ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ ഒരു ബേസിക് ടെൻഡൻസി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ചെറിയ ദൂരങ്ങൾ പോലും നമ്മൾ വണ്ടി ഉപയോഗിച്ച് പോകുന്നു, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റി വെച്ചിട്ട് ട്രൈ ടു ബി ആക്റ്റീവ്, യൂസ് ദ സ്റ്റെയർസ് മോർ, ട്രൈ വാക്കിംഗ് ഫോർ സ്മോൾ ഡിസ്റ്റൻസസ്. അപ്പോൾ നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ദിവസം 30 മിനിറ്റ്, വണ്ണമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം 30 മിനിറ്റ്, ഒരാഴ്ചയിൽ 150 മുതൽ 180 വരെ മിനിറ്റെങ്കിലും എയറോബിക് എക്സസൈസ് ചെയ്തിട്ടുണ്ടാവും. വണ്ണം നടന്നുണ്ടെങ്കിൽ അത് 300 മിനിറ്റ് വരെ എക്സസൈസ് ചെയ്താലാണ് നമുക്കൊരു ആഴ്ചയിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. പിന്നീട് അടുത്തൊരു ഇതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് രക്തസമ്മർദ്ദമുള്ള രോഗിയാണെന്നുണ്ടെങ്കിൽ രക്തസമ്മർദ്ദം കൃത്യമായി നിയന്ത്രിക്കുക. നമ്മുടെ ഇവിടുത്തെ ഒരു ടെൻഡൻസി, നമ്മൾക്കൊരു പ്രഷർ ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ വളരെ വിഷമിച്ച് ഒരു ഗുളിക കഴിക്കും. ആ ഒരു ഗുളിക കഴിച്ചാൽ പിന്നെ നമ്മൾ ഡോക്ടറെ കാണുകയില്ല, നോക്കുകയില്ല, നമ്മൾ ആ മരുന്ന് അങ്ങ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, നമ്മൾ പ്രഷർ കഴിക്കുന്നുണ്ടെങ്കിൽ BP 140/90 താഴെ നിർത്താനുള്ള രീതിയിൽ കൃത്യമായി ഗുളികൾ കഴിക്കുകയും ആ ഗുളികളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കണ്ട് പരിശോധിച്ച് നോക്കുകയും വേണം. ഇനി അടുത്തത്, നമുക്ക് ഷുഗറുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് ഷുഗറും ഭക്ഷണശേഷമുള്ള ഷുഗറും മാത്രമല്ല, 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് നോക്കി അത് 7 താഴെ നിർത്താനായിട്ട് കഴിവത് ശ്രമിക്കുക. പ്രായക്കൂടുതലുള്ള വ്യക്തികളിൽ അത് 8 താഴെ വരെ ആവാം. പക്ഷേ പ്രായക്കൂടുതൽ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ 7 താഴെ നിർത്താനായിട്ട് നോക്കുക എന്നുള്ളതാണ്. പിന്നീട് ഏറ്റവും പ്രധാനം സ്മോക്കിംഗ് ഒഴിവാക്കുക. എന്നോട് ചോദിക്കുകയാണെങ്കിൽ മദ്യപാനത്തെക്കാളും വളരെ മോശമായ ഒരു കാര്യമാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് മദ്യപാനത്തിന് നമുക്കൊരു ആളുകൾ വേണം, കൂട്ട് വേണം, ഒരു സ്ഥലം വേണം. ഇതിനതൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ എണ്ണത്തിൻ്റെ പുറത്തൊരു കൺട്രോളും ഇല്ല. അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് കഴിവതും ഒഴിവാക്കാനായിട്ട് നോക്കുക. ഇനി അടുത്തതായി നമ്മൾ വെള്ളമാണ് വൃക്കയ്ക്ക് ആവശ്യമായ ഇന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം എന്താണെങ്കിലും ദിവസവും കുടിക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ഷുഗർ, പ്രഷർ മുതലായ അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൃക്കയുടെ പ്രവർത്തനം പരിശോധിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയാറ്റിൻ്റെ അളവ്, മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവ്, ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രത്യേകതയാണ്, നമുക്ക് ഏത് മരുന്നും ഓവർ ദ കൗണ്ടർ മേടിക്കാനായിട്ട് പറ്റും. നമ്മളൊരു ഫാർമസിയിൽ ചെന്ന് ഡോക്ടറോട് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകൾ കിട്ടും. അതൊരു ചില സമയങ്ങളിൽ നമുക്ക് നല്ലതാണ്, കാരണം പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ നമുക്ക് പോകാനും വാങ്ങാനായിട്ടും പറ്റും. പക്ഷെ നമ്മളതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയാൽ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ സമയത്തേക്ക് മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. നമ്മൾ 2021 നമുക്കൊരു 3 മാസത്തേക്ക് മരുന്ന് എഴുതാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വർഷങ്ങളോളം കഴിക്കാനുള്ള ലൈസൻസ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം കഴിഞ്ഞാൽ ആ ഡോക്ടർ പറഞ്ഞ പരിശോധനകളുമായി അവിടെ ചെന്ന് ഈ മരുന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ എന്നുള്ളത് അദ്ദേഹമായിട്ടും സംസാരിച്ച് പോകേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആക്റ്റീവായിരിക്കുകയും നന്നായി വെള്ളം കുടിക്കുകയും നല്ല രീതിയിൽ ആഹാരം കഴിക്കുക, എന്ന് വെച്ചാൽ കീപ്പ് എ ഹെൽത്തി ഡയറ്റ്. പിന്നീട് നമ്മുടെ ഷുഗർ, പ്രഷറൊക്കെ നിയന്ത്രണ വിധേയമാക്കുക. നമ്മൾ ഓവർ ദ കൗണ്ടറായിട്ട് പെയിൻ കില്ലേഴ്സൊക്കെ വാങ്ങിച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാതിരിക്കും. നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വൃക്കയുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. താങ്ക് യു സാർ. സാർ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് പറഞ്ഞു തന്നു. എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല എപ്പിസോഡുകളുമായി സെൻറ്റ് മേരീസ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.